ജയകൃഷ്ണന്റെ പരാതിയിൽ പറയുന്ന ആരോപണങ്ങൾ പരിപൂർണമായി ശരിവെക്കുകയാണ് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട്. CI ആയിരുന്ന മധുബാബു, SIയുടെ സ്ഥാനത്തുണ്ടായിരുന്ന ഗോപകുമാർ എന്നിവർ ചേർന്ന് ജയകൃഷ്ണനെ പോലീസ് കസ്റ്റഡിയിൽ ക്രൂരമായി മർദ്ദിച്ചതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, ഇരുവരും തുടർച്ചയായി ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നതായും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ചുരുക്കത്തിൽ ഇരുവരുടെയും പ്രവൃത്തികൾ തികഞ്ഞ അധികാര ദുർവിനിയോഗവും സേനയുടെ പൊതുവായ അച്ചടക്കത്തിന്റെ ലംഘനവുമാണെന്നും റിപ്പോർട്ടിൽ SP ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇരുവർക്കുമെതിരെ ശക്തമായ അച്ചടക്ക നടപടി ഉണ്ടാകണമെന്ന് ശുപാർശ ചെയ്യുന്നതുകൂടിയാണ് മുൻ SP ഹരിശങ്കർ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ അതിൽ യാതൊരു തുടർ നടപടിയും ഉണ്ടായിട്ടില്ല. മുൻ മന്ത്രിയായിട്ടുള്ള അടൂർ പ്രകാശിന്റെ ഓഫീസിലേക്ക് SFI പ്രവർത്തകർ നടത്തിയ മാർച്ചിനെ തുടർന്നാണ് കോന്നി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. 12 പ്രതികൾ ഉണ്ടായിരുന്നിട്ടും ജയകൃഷ്ണൻ മാത്രമാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടതെന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷം കോടതിയിൽ ഹാജരാക്കിയ വേളയിൽ ജയകൃഷ്ണൻ കോടതിയിൽ നടത്തിയ പരാമർശവും പരാതിയും കണക്കിലെടുത്തുകൊണ്ട് കോടതി ഇദ്ദേഹത്തെ ചികിത്സയ്ക്ക് ഹാജരാക്കാൻ നിർദ്ദേശിച്ചു. അത്തരത്തിൽ ചികിത്സയ്ക്ക് ഹാജരാക്കിയ വേളയിൽ പരിശോധനയിൽ മുഖത്തടക്കം പാടുകളുള്ളതായി ആശുപത്രി രേഖകളെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. മാത്രമല്ല, ജയകൃഷ്ണൻ ജയിൽ മോചിതനായ ശേഷം ഏറെ നാൾ തൃപ്പൂണിത്തറ സർക്കാർ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിക്കപ്പെട്ടുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.